ടോമിക്കുട്ടാ എന്നെയും കാത്ത് നിക്കുന്നുണ്ടല്ലേ എല്ലാരും. ടോമിമ്മ കേറി വേടാ, കേറി വേടാ. എവിടെ കേറി വാ. ഐശുമ്മ മേലെന്ന് വിളിക്കുന്നു. സാധനങ്ങളൊക്കെ എടുക്കട്ടെ മോനെ. ഈ ഡോറൊന്ന് ക്ലോസ് ചെയ്യണേ. ടോമി ഡാർലിംഗ്, ടോമി ഡാർലിംഗ്. ആ ആ ഇതാര് കേറി വന്നത്? വേണം കേറി. ഇവന്റെ കണ്ണില് ആരോ അടിച്ചിട്ടാ തോന്നണേ. കണ്ണിനെന്തോ ഭയങ്കര പ്രശ്നം. കേറിക്കോ, അങ്ങോട്ട് നടക്ക്. അമ്മ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, തരാം. ബിസ്ക്കറ്റ് തരണ മോനെ, നടക്ക്. കേറി കിടക്ക അവിടെ. ടോമി വാലാട്ടമ്മ വാലാട്ട്. ഇവ വാലാട്ടില്ല, അവന്റെ വാല എപ്പോഴും സ്റ്റഡി ആയിട്ട് നിൽക്കും. ആ എവിടെയായിരുന്നു ഇത്ര നേരം? ആ രണ്ടാൾ എവിടെ പോയതാ? ആ വഴിക്ക് പോയിട്ട് വരുന്നു. പാവത്തിനെന്തിനാ രാത്രി ആരോ കണ്ണിൽ വടിയെടുത്ത് അടിച്ചിരിക്കുക. ഞാൻ ഇന്നലെ രാത്രി നോക്കിയപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ ഭാഗത്തെ ആൾക്കാർ ഈ ഇലക്ഷൻ്റെ സമയം കൊണ്ട് അവിടേക്ക് ഇരിക്കണ്ടായിരുന്നു. എന്നിട്ട് വടി കിട്ടിട്ട് കുറേ ആൾക്കാരുടെ പൊന്തയ്ക്ക് ഇറങ്ങിപ്പോണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ പിന്നാലെ പോയപ്പോൾ അവരടിച്ചതെന്ന് അറിയില്ല, പഠിച്ചവനറിയാം. ബിസ്ക്കറ്റ് വേണ്ടേ? ബിസ്ക്കറ്റ് വേണ്ടേ? മത്തര. ടോമി വെള്ളം കുടിക്കാൻ പോവാ. പാവം കണ്ടോ, ഞാനിപ്പോൾ കപ്പിലും ആ ഇതിലൊക്കെ വെള്ളം നിറച്ച് വെക്കണ്ട. അതുകൊണ്ട് അവർ കുടിക്കാൻ നല്ല ഇതുണ്ട്. വലിയ പാത്രത്താക്കുമ്പോൾ പിന്നെ അത്ര ചൂടാവില്ലല്ലോ വെള്ളം. ചെറിയ പാത്രത്താക്കി വെക്കുമ്പോൾ വെയിൽ കൊണ്ട് ചൂടാവും. അവനെ കൊണ്ട് വെച്ചിട്ടേ ഡോറ് ക്ലോസ് ചെയ്തില്ല. അവൻ്റെ ബിസ്ക്കറ്റ് കുറച്ചെടുത്തിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ക്യാറ്റ് ഫുഡ്, ഇവർക്കുള്ള ബിസ്ക്കറ്റ് എല്ലാ സാധനം വാങ്ങിയിട്ട് വരുവാണ്. അതെ, വെള്ളം കുടിച്ചിട്ടാ, വെള്ളം കുടിച്ചോടാ. ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അമ്മ, വേണ്ടേ? ശുണ്ടന ശുണ്ടന ആണ് ശുണ്ടന. ഇവൻ്റെ അരി കുഞ്ഞുമണി പുറത്ത് വരില്ലേ മോനെ? ഡോറടിച്ചോ, പുറത്ത് ചടുപ്പോ മോനെ. ബിസ്ക്കറ്റ് എടുത്തോണ്ടാ, ഡോറടിച്ചിട്ട് മോനെ. തോം തോം ഇവിടെ കമ്മ, ഇവിടെ വാടാ. നിൽക്കണണ്ടില്ലേ? വാ ഇങ്ങോട്ട് വാ, നമ്മുടെ കുട്ടി വാ. കരുമ്പ എവിടെയായിരുന്നു? എൻ്റെ പൊന്നിൻ്റെ കണ്ണിന് എന്ത് പറ്റിയാടാ പൊന്നെ? ഇവൻ എവിടെ നിന്നോ വന്ന് ചേർന്നതാണ് കേട്ടോ. ഇവനിപ്പോൾ ഇവിടെ വന്നിട്ടൊരു 3 മാസമൊക്കെ ആയി. ആദ്യം എവിടെ നിന്ന് വന്നിങ്ങനെ വിശന്ന് അവിടെ നിൽക്കണപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ പേടിച്ച് കുറച്ച് മാറിപ്പോയി. പിന്നെ അങ്ങനെ വന്ന് കഴിച്ചു. പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ രാത്രി മാത്രം പുറത്തു പോവും. ബിസ്ക്കറ്റ് ഉണ്ടോ മോനെ? പകൽ ഫുള്ള് ഇവിടെ തന്നെ ഉണ്ടാവും. ആ ബിസ്ക്കറ്റ് ബോട്ടിൽ കൊട്ടേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടു വരും. ബാ കഴിച്ച. എൻ്റെ പരസ്പരെ ഞാൻ ഓർമ്മയില്ല, പെട്ടെന്ന് ഇവൻ വന്ന് കടിക്കും അവനെ. കഴിച്ചാൽ മോനെ. അവനെ കൂടുതൽ കെയർ ചെയ്യുന്ന കണ്ടാൽ ഈ ചെക്കൻ പോയി കടിക്കും. കെയറിങ് ഇവനോട് മാത്രം. അമ്മ പോയതിൽ പിന്നെ ഇവന് അങ്ങനെ ഒരു സ്വഭാവമാണ്. അമ്മ ഉള്ളപ്പോൾ ഇവൻ്റെ വിളവൊന്നും നടക്കില്ലായിരുന്നു. കണ്ടാൽ കഴിച്ചോട്ടെ മോനെ. ഇതിനുള്ളിൽ ഉമ്മൻ്റെ വേറെ മക്കളുണ്ട്, അവരിനി പോയി എന്താ നോക്കട്ടെ. ഞാനിന്ന് നോൽപ്പ് തുറക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വരുന്നതാണ്. വൈകിട്ട് പോയത് ഒരു 5:30 ആയപ്പോൾ പോയി. ഇതെപ്പോൾ വരണു? രാത്രി 10 മണിയായിട്ടാ. വേഗം കഴിക്കുമോനെ. ഞാനിവിടെ നിന്ന് അടുത്തുനിന്ന് പെട്ടെന്ന് മാറാനും പറ്റില്ല. ഇവൻ കഴിച്ചിട്ടേ മാറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ടോമി വന്ന് ഇവനെ കടിക്കും. ഞാൻ അന്ന് ഇട്ട വീഡിയോയിൽ കണ്ടില്ലേ, ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ കയറി കടിച്ച് വിടാണ്ട് എന്ത് പാടായിരുന്നറിയോ. അവിടെ കയറി കിടന്നോട്ടെ മോനെ.
ഇവർക്ക് പിന്നെ ഇപ്പം നോൽമ്പിൻ്റെ സമയമായതുകൊണ്ട് പുലർച്ചെ നമ്മൾ ചോറ് വെക്കുമല്ലേ, അതെടുത്ത് വെക്കും. എന്നിട്ട് രാവിലെ ബിസ്ക്കറ്റ് കഴിപ്പ് കഴിഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആയി, ഇല്ലെങ്കിൽ 11 മണി കഴിയുമ്പോഴൊക്കെ അവർക്ക് ചോറ് കൊടുക്കും. ആവുന്ന ചോറിലിപ്പോൾ തൈരൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ചിക്കൻ കറി മീൻ കറിയൊക്കെ മിക്സ് ചെയ്യും. എന്താ വെച്ചാൽ നമ്മൾ പുലർച്ചെ വയ്ക്കുന്നത്. പക്ഷേ ഞാൻ കൂടുതൽ തൈര് മിക്സാക്കി കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർ കഴിക്കാൻ തുടങ്ങി ഒരു ദിവസം കൊടുത്തപ്പോൾ. എന്താ വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നല്ല കട്ട തൈരുണ്ടല്ലോ, പുളിയില്ലാത്ത, അത് പുളിയുള്ളതൊന്നും കഴിക്കില്ല. പുളിയില്ലാത്ത തൈര് കിട്ടും സൂപ്പർ മാർക്കറ്റിൽ, ഇവർക്ക് വേണ്ടി അത് വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. പുളിയുള്ള തൈരൊന്നും ഇവിടെ പിള്ളേർക്കും ഇഷ്ടമല്ല, എനിക്കുമല്ല ഇഷ്ടമല്ല. അപ്പോൾ ഒരു ദിവസം ഇവർക്ക് കൊടുത്തപ്പോൾ സൂപ്പറായിട്ട് ചോറ് കഴിച്ച്. അപ്പം മനസ്സിലായി അവർക്ക് തന്നെ ഈ തണുപ്പ് കിട്ടാൻ വേണ്ടി കഴിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോറ് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കും. തോം അവിടെ കയറി കിടന്നിട്ട് പിന്നെ ഇപ്പോൾ വരാം കേട്ടോ, ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ഇപ്പോൾ വടാ കേട്ടോ, അപ്പോൾ കണ്ടുപിടിട്ടാ. ആ ഓക്കെ. ഇവിടെ അകത്ത് നമ്മുടെ മക്കളെ വെയിറ്റ് ചെയ്ത് കിടക്കണ്ടേ. ഇപ്പം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞില്ല, എന്താ എൻ്റെ മക്കളെ ഞാൻ അവിടെ മക്കൾ അറിയാണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് പോയതാ. എന്താടാ മക്കളെ, ഉമ്മാനെ വേണ്ടേ? ഇതേണ്ട, ഞാനിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഇവിടേക്ക് വൃത്തിയാക്കിയിട്ട് പോയത്. അതാ ഫുഡ് കഴിച്ചതിനൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഓരോ പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. സിംബ, നമ്മുടെ ചിമ്പ് കുട്ടനെ എവിടെടാ? നമ്മുടെ കുഞ്ഞ, ഓ നമ്മുടെ കുഞ്ഞെവിടെ? കുഞ്ഞെവിടെ? ഇന്ന് ഞാനൊരു സംഭവം മറന്നു ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് ഡ്രസ്സുകൾ അടിക്കാൻ കൊടുക്കാണ്ടായിരുന്നു. അത് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ കൊണ്ട് വെച്ചതാണ്. പക്ഷെ കാറി കയറിയിട്ട് മറന്നുപോയി. പകുതി എത്തിയപ്പോൾ ഓർമ്മ വന്നു. മിന്നിമ, ഇവിടെ എന്നെയായിരുന്നു നമ്മുടെ സ്വത്ത് കയറി അത്തോടോ. ഓരിയോ, നമ്മുടെ ഒരു മോനെ തല്ലൂടരുത്. പിന്നെ അങ്ങനെ തല്ല. എൻ്റെ മിന്നുവിൻ്റെ തലയിലൊക്കെ എത്രയാ മുറിയെന്നറിയാം തല്ലുകൂടിയിട്ട്. പറഞ്ഞ കേൾക്കണ്ടേ? കുഞ്ഞുണി, കുഞ്ഞുമണി, കണ്ണഴകി, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞുമണി ഞാനും ദേ വന്നു. എൻ്റെ കുഞ്ഞുമണി എന്നെ കണ്ടു ഫ്രണ്ട്സ്. ഒരു ഉമ്മത്താടാ. ഇന്നലെ കുഞ്ഞുമണിൻ്റെ നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തു. ഒരു ഉമ്മത്താടാ. മീമി മണക്കുന്നു. മീമിയല്ല, ക്യാറ്റ് ഫുഡിൻ്റെ മണം. ഇടത്തിലിരിക്കടാ, പറഞ്ഞാൽ കേൾക്കില്ല. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ വന്നിട്ട് ഇതേ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, അവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് പോയതാണ്. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. എല്ലാവരും ഒരു ബൈ പറഞ്ഞേ. ഓക്കെ ബൈ. പറഞ്ഞില്ലേ സമയത്ത് 10 മണി, ഞാൻ വരുന്ന സമയത്ത് 10 മണി കഴിഞ്ഞിപ്പോൾ. അപ്പോൾ ഓക്കെ ബൈ.